മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ രാവിലെ സമയം പുറപ്പാട് പുസ്തകം 1 അധ്യായം അതിൻ്റെ 8 വാക്യവും 12 വാക്യവും ഒന്ന് വായിക്കട്ടെ. അനന്തരം ജോസഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് മിസ്രയീമിൽ ഉണ്ടായി. അതിൻ്റെ 12 വാക്യം, എന്നാൽ അവർ പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിച്ചു, അതുകൊണ്ട് അവർ ഇസ്രായേൽ മക്കൾ നിമിത്തം പേടിച്ചു. ദൈവത്തിൻ്റെ പദ്ധതികളെ ആർക്കും ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയും. ജോസഫിൻ്റെ പിൻതലമുറക്കാർ ആ ഗോശൻ ദേശത്ത് വന്ന് താമസിച്ച് അവിടെ വർദ്ധിച്ച് പെരുകുന്നതായിട്ടാണ് നാം ഈ വാക്യത്തിൽ വായിച്ചത്. ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. അവർ നിമിത്തമായിട്ട് ആ ദേശത്തുള്ളവർ, മിസ്രയീം ജനം മുഴുവൻ പേടിക്കുന്നതായ അനുഭവം. അവർ ജോസഫിനെ രാജാവായും ദൈവമായും കണ്ട ഒരു സമയമുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം അവരിപ്പോൾ ഇസ്രായേൽ ജനത്തെ, ജോസഫിനെ അറിയാത്ത രാജാവ് വന്നു കഴിഞ്ഞപ്പോൾ ആ ഇസ്രായേൽ ജനത്തെ മുഴുവൻ പേടിക്കുകയും അവരെ നശിപ്പിക്കുവാനായിട്ടുള്ള പദ്ധതികളെ അവർ ഒരുക്കുകയും ചെയ്യുന്നതാണ് 12 വാക്യത്തിൽ നാം വായിച്ചത്. അവരെ പീഡിപ്പിക്കുവാനായി രാജാവ് പദ്ധതികൾ ആവിഷ്കരിച്ചു. എന്നാൽ അവരെ പീഡിപ്പിക്കും തോറും അവർ വർദ്ധിച്ച് പെരുകുന്ന ആ അവസ്ഥയിലേക്ക് ദൈവം അവരെ കൊണ്ടെത്തിച്ചു. പിന്നീടുള്ള ചരിത്രങ്ങൾ നാം വായിക്കുമ്പോൾ ആ ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്നും വിടുവിക്കേണ്ടതിനായി ദൈവം ചെയ്ത പദ്ധതികളായിരുന്നു. അവർ തമ്മിലൊരു വെറുപ്പുണ്ടാക്കി, അവർ തമ്മിലൊരു ശത്രുത ഉണ്ടാക്കി, അവർ ആ ദേശത്ത് നിന്ന് ഓടിപ്പോരുവാൻ തക്കവണ്ണം ദൈവം പദ്ധതികളെ ഒരുക്കുന്നു. നമ്മൾ ഗലാത്യ ലേഖനത്തിൽ വായിക്കുന്നത്, ആ ദേശത്ത് ചെന്നതിൻ്റെ 430 ആണ്ടിൽ അതേ ദിവസം തന്നെ ആ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ട് കനാനിലേക്കുള്ള യാത്ര തുടങ്ങുന്നതായി നാം വായിക്കുന്നു. ദൈവം തൻ്റെ പദ്ധതികളെ ഏത് കാലം കഴിഞ്ഞാലും ഏത് സമയം കഴിഞ്ഞാലും തൻ്റെ പദ്ധതികളെ നിവർത്തിക്കുവാൻ, തൻ്റെ വാഗ്ദത്തങ്ങളെ നിവർത്തിപ്പാൻ ശക്തരാണ്. ഒരു ക്ഷാമം വന്നു, ഒരു പ്രതിസന്ധി വന്നു, അവരെ മിസ്രയീമിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. എന്നാൽ അവർ തിരിച്ച് വാഗ്ദത്ത കനാനിലേക്ക് എത്തേണ്ട ഒരു ദൈവിക പദ്ധതി ഉണ്ടായിരുന്നു. അതിനായിട്ട് ദൈവം ചില കരുക്കൾ നീക്കി ജനത്തെ അവിടെ നിന്നും വിടുവിക്കുന്നതായ ചരിത്രമാണ് നാം പുറപ്പാട് പുസ്തകത്തിലുടനീളം കാണുന്നത്. ഇതോട് ചേർന്ന് റോമാലേഖനം 8 അധ്യായം അതിൻ്റെ 33 വാക്യം ഒന്ന് വായിക്കട്ടെ. ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവൻ്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. ദൈവത്തിൻ്റെ പദ്ധതികളും ദൈവത്തിൻ്റെ വഴികളും നമ്മൾ വിചാരിക്കുന്നതിലും നനയ്ക്കുന്നതിലും ഒക്കെ അത്യന്തം പരമായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 8:28 പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. ഇവിടെ ഇസ്രായേൽ ജനത്തെ പീഡിപ്പിക്കുന്നതായ ഒരു മിസ്രയീം രാജാവ്, അതിൻ്റെ മധ്യത്തിൽ അവർക്ക് നന്മ ചെയ്യുന്ന ചില സൂതികർമ്മിണികൾ, ഇതെല്ലാം ഒരുമിച്ച് ചേർന്ന് ആ ജനത്തിന് നന്മയ്ക്കായി അത് രൂപാന്തരപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരമിടയായി. ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ ആ വഴികൾ, ദൈവം കരുതിയ വിധങ്ങൾ, ദൈവം പ്രവർത്തിക്കുന്ന വിധങ്ങൾ, ഇതൊക്കെ നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. നമ്മുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിലൂടെ നമ്മളെ കടത്തിവിടുമ്പോൾ, ചില പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, ചില ഭാരങ്ങൾ കടന്നു വരുമ്പോൾ, അതിനെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല എങ്കിലും നാം ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ ദൈവം അതിനെ നന്മയ്ക്കാക്കി കൂടി വ്യാപരിപ്പിക്കും. ദൈവത്തിൻ്റെ ശക്തി അതിന്മേൽ വ്യാപരിക്കുവാൻ ദൈവം ഇടയാക്കും. ഈ ദൈവം നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തുവാൻ ശക്തനും മതിയായവനുമായ ദൈവമായിരിക്കൊണ്ട് നമുക്കവനെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ഇന്ന് പകൽക്കാലം ഈ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര കഴിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.